കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ കോഴിക്കോട് ജൂബിലി ഹാളിൽ പൂർത്തിയായി. മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികളും സിനിമാ സീരിയൽ താരങ്ങളും പങ്കെടുക്കുന്ന ചടങ്ങ് കുടുംബശ്രീ പ്രസ്ഥാനത്തിനുള്ള വലിയ ആദരവ് കൂടിയാണ്. അവാർഡ് ഷോയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച വിശേഷങ്ങളുമായി റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്ത കാണാം. സ്ത്രീ ശാക്തീകരണ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ മിഷന് വാർത്താമാധ്യമ രംഗത്തെ നേരിന്റെ പക്ഷമായ കേരള വിഷൻ ന്യൂസ് വലിയൊരു ആദരവാണ് ഈ ഒരു പരിപാടിയിലൂടെ ഒരുക്കുന്നത്. അതിന് ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണുള്ളത്. ചരിത്ര പ്രസിദ്ധമായ തളിയിലെ കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രനാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജില്ലാതല അവാർഡ് ദാനം. അത് ഈ കോഴിക്കോട് ജില്ലയിൽ, ചരിത്രത്തിന്റെ പാരമ്പര്യമുള്ള കോഴിക്കോട് ജില്ലയിൽ, സാഹിത്യ നഗരിയായ കോഴിക്കോട് ജില്ലയിൽ ഈ കുടുംബശ്രീ മിഷന് കുടുംബശ്രീയുടെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്കുള്ള ഏറ്റവും മികച്ച സംരംഭങ്ങൾ കണ്ടെത്തി അതിൽ 10 സംരംഭങ്ങൾക്ക് കേരള വിഷൻ ന്യൂസ് അവാർഡ് നൽകുന്നു. ആ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്, കേരള വിഷൻ കുടുംബശ്രീ മിഷൻ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ്. അധ്യക്ഷത വഹിക്കുന്നത് സ്ഥലം MLA മുൻ മന്ത്രിയുമായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലാണ്. കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ്, MK രാഘവൻ MP, മറ്റ് MLAമാരായിട്ടുള്ള കാനത്തിൽ ജമീല, PTA റഹീം, സച്ചിൻ ദേവ് അടക്കമുള്ള പ്രമുഖർ, ഒപ്പം തന്നെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അടക്കമുള്ളവർ, മറ്റ് ജനപ്രതിനിധികൾ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത, ഒപ്പം കോർപ്പറേഷൻ കൗൺസിലർ നവ്യ ഹരിദാസ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അടക്കമുള്ള, ഒപ്പം തന്നെ വ്യവസായ വാണിജ്യ സിനിമാ രംഗത്തെ പ്രമുഖരെത്തുന്നു. അത് കഴിഞ്ഞൊരു ഗംഭീര മെഗാ ഷോ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. അത് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അതിനുപരി നമ്മുടെ എല്ലാം സ്വീകരണ മുറിയിൽ ഓരോ മലയാളിയുടെയും പ്രിയപ്പെട്ട താരങ്ങളായി വന്ന സിനിമ സീരിയൽ താരങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വലിയ കലാസന്ധ്യയും കൂടി അവതരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഇതിന് സമാനമായി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഒരു ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളെ, കുടുംബശ്രീയുടെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളെ ആദരിക്കുന്ന പ്രക്രിയ കേരള വിഷൻ ന്യൂസ് തുടരും. അത് കഴിഞ്ഞ് ഈ വർഷം അവസാനം 2025 അവസാനം വലിയൊരു ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നു. അത് ഏഷ്യാനെറ്റ് ന്യൂസും അതിൽ സഹകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ഗ്രാൻഡ് ഫിനാലെയുമായി കേരള വിഷൻ ന്യൂസ് മുന്നോട്ട് പോകുമ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വലിയ ആദരവായി അത് മാറുകയാണ്.